എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഈ കഴിഞ്ഞ 27-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് 5 വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ച ഒരനുഭവം എന്നെ സംബന്ധിച്ചുള്ളത് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറെ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുന്ന ഒട്ടേറെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഗൈഡ് ലൈനുകളുണ്ട്. ആ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നിശ്ചയിക്കപ്പെട്ട ചുമതലകളുണ്ട്. ആ ചുമതലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ, ഏറ്റവും മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നടക്കുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന, ഇടപെടൽ നടത്തുന്ന ഒരു മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തന്നെ വലിയ അംഗീകാരങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. സ്മൈൽ വിദ്യാഭ്യാസ പദ്ധതി പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് SSLC പരീക്ഷയിൽ തുടർച്ചയായ വർഷങ്ങളിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഡയറ്റും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ മുഴുവൻ സ്കൂളുകളും, അത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്കൂൾ മാത്രമല്ല, ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അത് SSLC മാത്രമല്ല, +2 അതുപോലെ തന്നെ താഴെ ക്ലാസ്സുകളിലുമെല്ലാം പഠന നിലവാരം ഉയർത്താൻ വേണ്ടി ആ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല നിലയ്ക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം തന്നെയാണ് കാണുന്നത്. മറ്റൊന്ന് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ 74 ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. അപ്പോൾ ആ സ്കൂളുകളാണ് ജില്ലാ പഞ്ചായത്തിന് ഉത്തരവാദിത്തത്തിലുള്ളത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം കഴിഞ്ഞ നാളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഫർണിച്ചറുകളും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഏതാണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഒറ്റപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ നമുക്ക് നല്ല ലാബുകൾ, കമ്പ്യൂട്ടർ ലാബും സയൻസ് ലാബും സ്കൂളുകളിൽ കുറേയേറെ ആവശ്യങ്ങളുണ്ട്. അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അപ്പോൾ അതിൻ്റെ ഒരു കാലമാണ്. പുതിയ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് ലൈവായി പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൂടുതലായിട്ട് ഒരുക്കാൻ ഇപ്പോൾ നമുക്ക് എല്ലാ സ്കൂളിലും സൗകര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്ക് ആ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഘട്ടം ഘട്ടമായി നമ്മുടെ സ്കൂളുകളിൽ വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ, കഴിഞ്ഞ വർഷം തന്നെ കായിക ഉപകരണങ്ങൾ സ്കൂളുകൾക്കകത്ത് വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ചില സ്കൂളുകളിൽ വേണ്ടത്ര ഗ്രൗണ്ടില്ലാത്ത, കളിക്കളങ്ങളില്ലാത്തൊരു പ്രശ്നം ചില സ്കൂളുകൾക്കകത്തുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് ജില്ലാ പഞ്ചായത്ത് മാത്രം തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല, മുൻകൈയെടുത്ത് അവിടുത്തെ PTA-യും അവിടുത്തെ പഞ്ചായത്തുകളും അവിടുത്തെ മറ്റ് ജനപ്രതിനിധികളും മറ്റ് സാമൂഹിക പ്രവർത്തകരും എല്ലാം സഹായത്തോടു കൂടി നടപ്പിലാക്കേണ്ട വലിയൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതിനെല്ലാം പ്രത്യേകം മുൻകൈ കൊടുക്കും എന്നീ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാം. ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്ന അനുഭവങ്ങൾ പല ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം അല്പം പുറകോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും എപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ശക്തമാകുമ്പോൾ അവർ പുറകോട്ടേക്ക് പോകും. എപ്പോഴും ആ സംവിധാനങ്ങൾ ദുർബലമാകുന്നോ അപ്പോൾ വീണ്ടും ശക്തിപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതൊരു തുടർ ക്യാമ്പയിനായി ഏറ്റെടുക്കണമെന്ന് കാണുന്നുണ്ട്. മറ്റൊന്ന് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. 3 ആസ്പത്രിയിലാണ് പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത്. ഒന്ന് ജില്ലാ ആസ്പത്രി, മറ്റൊന്ന് ആയുർവേദ ആസ്പത്രി, കക്കാട് റോട്ടിലുള്ള ഹോമിയോ ആസ്പത്രി. 3 ആസ്പത്രികളും വികസനം ഒരുപാട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. 3 സ്ഥാപനങ്ങളുടെയും പ്രശ്നം സ്ഥലപരിമിതിയാണ്. വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൂടുതൽ ഭൂമി വേണം എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്കുണ്ട്. ജില്ലാ ആസ്പത്രിയെ സംബന്ധിച്ച് കണ്ടോൺമെൻറ്റ് ഏരിയക്കകത്താണ്
അവിടെ ഭൂമി മറ്റേ കയറിയാൽ മറ്റൊന്നും നിലവിൽ സാധിക്കില്ല. ഡിഫൻസിൻ്റെ ഭൂമിയാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. എന്നാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പഴയ സർജിക്കൽ ബ്ലോക്ക് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കാലഘട്ടപ്പെട്ടതാണ്. അപ്പോൾ അത് പൊളിച്ചു നീക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. അപ്പോൾ അത് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ ആൾക്ക് കൃത്യ ചികിത്സയും കൂടുതൽ ICU സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ആസ്പത്രിയിൽ കൂടുതൽ ഉറപ്പുവരുത്തണം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ തസ്തികൾ അനുവദിക്കണം. ഏതായാലും ഗവൺമെൻറ് അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 5 തസ്തികൾ 5 സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റുകൾ അവിടെ അനുവദിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആസ്പത്രിയുടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ടേക്ക് പോകാൻ അത് സഹായകരമാവും. കാത്ത് ലാബ് ഉൾപ്പെടെ വിദേശ ശസ്ത്രക്രിയ ഉൾപ്പെടെ സൗകര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മുട്ടുമാറ്റിവെക്കൽ, എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകളൊക്കെ നടക്കുന്ന ഒരു ആസ്പത്രിയായി കണ്ണൂർ ജില്ലാ ആസ്പത്രി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യവകുപ്പിൻ്റെ നല്ല പിന്തുണ ആസ്പത്രി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട്. അത് കൂടുതൽ ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകണം എന്ന് ഞാൻ കാണുന്നത്. അവിടെ ഈ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അതാണ് ഒരു പ്രശ്നം. ഇപ്പം താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് അവിടെ രോഗികളുടെ എണ്ണം. ഒരു 10 വർഷം മുമ്പ് അവിടെ ഒരു 900-1000 രോഗികൾ വരുന്ന സമയത്ത് ഇപ്പോൾ 3000-ലധികമാണ് ഓരോ ദിവസത്തെ OP ആണ്. അതുപോലെ അഡ്മിഷൻ IPയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവരെയൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് കുറെ കൂടി ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, ബെഡുകളുടെ എണ്ണം, ICU സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിട്ട് നൽകണമെന്നാണ് കാണുന്നത്. അതുപോലെ ആയുർവേദ ആസ്പത്രിയും സ്ഥലപരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഒരുപാട് സാധ്യതകൾ ഫണ്ടുകൾ മറ്റെല്ലാം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്ഥലം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഭൂമി സംഘടിപ്പിക്കാൻ, അത് ഏറ്റെടുക്കാനുള്ള കണ്ടെത്താനുള്ളൊരു പരിശ്രമം ഭരണസമിതിയുടെ ഭാഗമായിട്ടുണ്ടാവും. അതിന് നിലവിലുള്ള പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകും. ഹോമിയോ ആസ്പത്രിയും ഒട്ടേറെ മെച്ചപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നല്ല ഇടപെടൽ നടത്തിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതിനെയും ശക്തിപ്പെടുത്തും. മറ്റൊന്ന്, കണ്ണൂർ തന്നെയുള്ള നമ്മുടെ ജില്ലാ വെറ്റിനറി കേന്ദ്രം ഏറ്റവും ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ലാബുകളും അതുപോലെ തന്നെയുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളെല്ലാം അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ശക്തിപ്പെടുത്തി പോകുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. കാർഷിക മേഖലയിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം. ജില്ലയിലെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് നെൽകൃഷി പ്രോത്സാഹനം, അതിനുള്ള പദ്ധതികൾ, സഹായങ്ങൾ ജില്ലാ പഞ്ചായത്ത് നൽകുന്നുണ്ട്. തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ ഈ നമ്മളെ പാടശേഖര സമിതികൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് നിരവധിയായിട്ടുണ്ട്. അവരാണ് ഈ നെല്ലുൽപ്പാദനം ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇടപെടൽ നടത്തുന്നത്. അപ്പോൾ പാടശേഖര സമിതികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഒക്കെയുള്ള സഹായങ്ങൾ കൊടുത്താൽ അത് നെല്ലുൽപ്പാദനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ജില്ലയുടെ ഭക്ഷ്യസ്വാതന്ത്ര്യത്തിലേക്ക് ശക്തിപ്പെടുത്താനും സാധിക്കും. അതുപോലെ കൈപ്പാട് നിലങ്ങളുണ്ട്. തരിശ് ഭൂമികൾ കൃഷിയോഗ്യമാക്കാനൊക്കെയുള്ള പദ്ധതികൾ മുന്നോട്ടേക്ക് വെക്കണമെന്നാണ് കാണുന്നത്. അതിലൂടെ ഈ നെല്ലുൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നെല്ല് മാത്രമല്ല, പച്ചക്കറിയും മറ്റ് ധാന്യങ്ങളുമെല്ലാം ഇപ്പം മില്ലറ്റുകൾ ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ മില്ലറ്റുകൾ വേണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. അതൊരു രീതിയായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. പിന്നെ അതിൽ കൃഷി ഫാമുകളാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഫാമുകൾ, പ്രധാനമായിട്ടും ജില്ലാ കൃഷി ഫാം കരിമ്പത്തുള്ളത്. അപ്പോൾ അവിടെ ഏതാണ്ട് 150ഓളം ഏക്കർ വിസ്തൃതമായിട്ടുള്ളൊരു കൃഷി ഫാമാണ്. ജൈവ വൈവിധ്യ സമ്പുഷ്ടമാണ്. ഇപ്പോൾ അനവധിയായിട്ട് സാധ്യതകളുണ്ട് അവിടെ. നല്ല കൃഷി ഫാമായി അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കളും വിത്തുകളും മറ്റുമെല്ലാം ലഭ്യമാകുന്നതോടൊപ്പം അവിടെ അതിൻ്റെ ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഒരു DPR തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഏറ്റവും ആധുനികമായിട്ടുള്ളൊരു ഫാം ടൂറിസം സാധ്യതകൾ അവിടെ ഉണ്ട്. അതുകൂടി കോർത്തിണക്കിക്കൊണ്ട് ആ ഫാമിനെ ലാഭകരമായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് മേഖല ഇപ്പം അവിടെ സഫാരി പാർക്ക് വരുന്നുണ്ട്, വിസ്മയ പാർക്ക് ഇപ്പോഴുണ്ട്, പറശ്ശിനിക്കടവുണ്ട്, അതുപോലെ തന്നെ രാജേശ്വരി ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങനെ തളിപ്പറമ്പ് ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമായി ആ കരിമ്പ ഫാമിനെ മാറ്റണം എന്നുകൂടിയാണ് കാണുന്നത്. അവിടെ തന്നെ ഇപ്പം ടിഷ്യൂ കൾച്ചർ ലാബ് ജില്ലാ പഞ്ചായത്ത് മേൽനോട്ട് നടപ്പിലാക്കുന്നതാണ്. നല്ല വിജയകരമായി ലാഭകരമായി തൈകൾ ഉൾപ്പെടെ നൽകാൻ വേണ്ടി സാധിക്കുന്ന ടിഷ്യൂ കൾച്ചർ ലാബ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. പത്രത്തിൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. അതുപോലെ മറ്റ് സീഡ് ഫാമുകൾ കാങ്കോലും വേങ്ങാടും അതുപോലെ തന്നെ
പാലാട് കോക്കറ്റ് നഴ്സറിയും ഒക്കെ അതിൻ്റെ വൈവിധ്യവൽക്കരണം നടത്തി ലാഭകരമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. തനത് വരുമാനം വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന് കൂടുതൽ പദ്ധതികളായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ കൊമ്മേരി ഗോഡ് ഫാം ഉണ്ട്. അവിടെ ജോണീസ് ഡിസീസിൻ്റെ ഭാഗമായി കുറച്ചു കാലം ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും സജീവമായി ആ ഫാം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതകളും നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് കാണുന്നത്. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും നമ്മളെ ഈ വയോജന ക്ഷേമം, അതുപോലെ ഭിന്നശേഷി മേഖലയിൽ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ നാളിൽ നന്നായിട്ട് നടത്തിയിട്ടുള്ളതാണ്. വയോജനങ്ങൾ ഇന്ന് എണ്ണം വർദ്ധിച്ചു വരികയാണ്. പ്രായമായ ആളുകൾ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആയുർദൈർഘ്യം തന്നെ വർദ്ധിച്ച് 75 വയസ്സിലേക്ക് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും വീടുകളിൽ അവർ ഒറ്റപ്പെടുകയാണ്. മക്കളെല്ലാം പഠിച്ച് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിലേക്കോ ഒക്കെ ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് പോകുന്നു. പ്രായമായ രക്ഷിതാക്കൾ മാത്രമായി വീടുകളിൽ ഒറ്റപ്പെടുന്നു. അതിൽ തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കാവുകയാണ്. ഒരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കാനും സഹായിക്കാനും സാധിക്കുന്ന കേന്ദ്രങ്ങൾ അത് വ്യാപകമായിട്ട് വരേണ്ടതുണ്ട്. വയോജന വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ സാമൂഹിക വകുപ്പിൻ്റെ സ്വയംപ്രഭ ഹോമുകളുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ നിരവധി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. എല്ലാ പ്രദേശത്തും അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ചില കേന്ദ്രങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് വന്ന് പ്രായമായ ആൾക്കാർ ഒന്നിച്ചിരുന്ന് വ്യായാമം ചെയ്യുകയാണ്, കളികളിൽ ഏർപ്പെടുകയാണ്, പത്രം വായിക്കുകയാണ്, അവർ അവിടെ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. വൈകുന്നേരമാണ് തിരിച്ചു വീടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷവാന്മാരായി സന്തോഷവതികളായി നമ്മുടെ പ്രായമായ രക്ഷിതാക്കൾ ഒറ്റപ്പെട്ടു കഴിയുന്ന ആളുകൾ കുടിച്ചേരാനുള്ള സൗകര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളും മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാടിനകത്തുണ്ട്. പലർക്കും ചക്രവാഹനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിലിനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ ജില്ലാ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്ക് പശ്ചാത്തല മേഖലക്കകത്ത് ജില്ലാ പഞ്ചായത്തിന് ഇപ്പം ഏതാണ്ടൊരു 150ഓളം റോഡുകളാണ് ജില്ലാ പഞ്ചായത്തിനുള്ളത്. ഏതാണ്ട് 450 കിലോമീറ്റർ റോഡാണ്. കൂടുതൽ റോഡുകൾ ഏറ്റെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രീനേട്ടൻ പറഞ്ഞതുപോലെ മലയോര മേഖലയിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡുകൾ ഭൂരിപക്ഷം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മീറ്റർ അധികം വീതിയുള്ള റോഡുകൾ നിലവിൽ ഗവൺമെൻറ് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ അതിനുള്ളൊരു ശ്രമം നടത്തി കൂടുതൽ റോഡുകൾ ഏറ്റെടുക്കാനും എല്ലാ പ്രദേശത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പശ്ചാത്തല മേഖല ഇടപെടൽ ഉറപ്പെടുത്താൻ വേണ്ടി സാധിക്കണമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തെരുവുനായകളുടെ ശല്യം ഒരു പ്രശ്നമാണ്. ABC കേന്ദ്രം ഏറ്റവും ഫലപ്രദമായ നിലയിൽ സംസ്ഥാനത്തിന് ഏറ്റവും മികച്ച കേന്ദ്രമായി നമ്മളെ പടിയൂർ ABC കേന്ദ്രം മാറിയിട്ടുണ്ട്. ഒരു യൂണിറ്റാണ് നേരത്തുണ്ടായിരുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2ാമത്തെ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. അതും പ്രവർത്തനം സജ്ജമായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി പോകണം എന്ന് കാണുന്നുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് ചട്ടോപ്പാറയിലെ ഒരു ആരൂഢം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ പ്രവൃത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കുറേ കാലമായിരുന്നു. പക്ഷേ അതിൻ്റെ വിപുലീകരണം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതിപ്പം ഒരു കൺവെൻഷൻ സെൻ്ററായി അതിനെ സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച് മുല്ലക്കൊടി ബാങ്കുമായിട്ടൊരു കരാറുണ്ടാക്കി അതിൻ്റെ ദൈനംദിന നടത്തിപ്പ് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ഉണ്ട്. ഏറെക്കാലമായി ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. ഇതൊരു നല്ല ഫിഷ് ലാൻഡിംഗ് സെൻ്ററാണ്. അപ്പോൾ അതിനെ കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും എന്നാൽ മാത്രമാണ് കൂടുതൽ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് മുൻകൈ കൊടുക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വ്യവസായ എസ്റ്റേറ്റുകൾ, ഇപ്പോൾ ചട്ടോപ്പാറയിലാണ് ഒരു വനിതാ വ്യവസായ എസ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ അതിന് പുറമെ കൂടുതൽ വ്യവസായ എസ്റ്റേറ്റുകൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ അത് ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വരുമാനം ഉണ്ടാക്കാനും ഒന്ന് മാത്രമല്ല കൂടുതൽ തൊഴിൽ സംരംഭങ്ങളും തൊഴിൽ നൽകാൻ വേണ്ടി സാധിക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. വനിതാ ശക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തി എന്നും ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ധാരാളം സംരംഭങ്ങൾ ആരംഭിക്കാനും ഏതാണ്ട് 10,000-3,000 ആളുകൾക്ക് കഴിഞ്ഞൊരു ഭരണസമിതി കാലത്ത് തന്നെ ജോലി നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ കുടുംബശ്രീയുടെ കിയോസ്കുകൾ, അതുപോലെ സ്കൂളുകളിൽ ആരംഭിച്ചിട്ട് ഇതൊക്കെ ധാരാളം തൊഴിൽ നൽകാൻ വേണ്ടി സാധിച്ചതിന് നല്ല വരുമാനം
നല്ല തൊഴിൽ സാധ്യത ഉള്ള നല്ല കേന്ദ്രമായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കൂടുതൽ തൊഴിൽ സംരംഭങ്ങളിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരു സ്ത്രീ പദവി പഠനം നടത്തിയിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ സ്ത്രീ സൗഹൃദ ജില്ലയായി കണ്ണൂരിനെ മാറ്റണമെന്നാണ് കാണുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ സൗഹൃദ ജില്ലയാക്കി കണ്ണൂരിനെ മാറ്റാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഗാർഹിക ആക്രമണങ്ങളുണ്ട്, അവർക്ക് തൊഴിലില്ലാത്ത വിഷയമുണ്ട്, വരുമാനമില്ലാത്ത വിഷയമുണ്ട്, വീടുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മികച്ച നിലയിൽ വിദ്യാഭ്യാസമുണ്ട്, പ്രൊഫഷണൽ യോഗ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രൊഫഷണൽ യോഗ്യത ഉണ്ടായി ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ ഒക്കെ എതിർപ്പ് കൊണ്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഘട്ടം ഘട്ടമായി പരിശോധിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നിലയ്ക്ക് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ഭരണസമിതിയുണ്ട്, അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പും സെമിനാറും പദ്ധതി രൂപീകരണമൊക്കെ ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി പൊതുജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും മറ്റു മെമ്പർമാരുടെയും എല്ലാം അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവയെല്ലാം കൊട്ടിയൊഴിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ നിലയിൽ അവരുടെ മുമ്പിലെല്ലാം ഈ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ച് മുന്നോട്ടേക്ക് പോകണം എന്നാണ് കാണുന്നത്. മറ്റൊന്ന്, കായികക്ഷമത വർദ്ധിപ്പിക്കാൻ നമ്മളെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കെല്ലാം കായികക്ഷമത ഇല്ലാത്തൊരു പ്രശ്നം ശക്തിപ്പെട്ടു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ വ്യാപിച്ചു വരികയാണ് ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ. അപ്പോൾ ഒരു കായിക സംസ്കാരം നമ്മുടെ ജില്ലയിൽ ശക്തിപ്പെടുത്തണമെന്ന് കാണുന്നുണ്ട്. യുവജന ക്ലബ്ബുകളും ഒക്കെ ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളും മറ്റൊക്കെ ചേർന്നുകൊണ്ട് അതിനുള്ളൊരു പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിന് കായിക പരിശീലകന്മാർ വേണം. അതുപോലെ തന്നെ ഒരു വലിയൊരു ജനകീയ പ്രവർത്തനമായിട്ട് കായിക മേഖലയിൽ ഇടപെടൽ കണ്ട് മുന്നോട്ടേക്ക് പോകണം. അത് നമ്മളൊരു കായിക രംഗത്ത് മുന്നോട്ടേക്ക് വരൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ കായികക്ഷമത ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പയിനായിട്ട് ഒരു ജനകീയ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് കൂടി കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ മലയോര മേഖലകളിൽ വന്യമൃഗ ശല്യം ഒരു പ്രശ്നമാണ്. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു വരുന്നൊരു കാലമാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് വളരെ മാതൃകപരമായി ഈ സോളാർ ഹാങ്ങിങ് ഫെൻസ് സംവിധാനം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചു. അത് തുടക്കം കുറിച്ചു. ഏതാണ്ട് പകുതിയിലധികം പ്രദേശം അത് നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പോൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസാണ്, തുടർന്നുള്ള മെയിൻ്റനൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് ഓരോ പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് വിജയിക്കൂ. അപ്പോൾ അതിന് ഗ്രാമപഞ്ചായത്തിലാണ്, മലയോര മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളാണ് സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം സഹായത്തോടു കൂടി ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മലയോര മേഖലയിലെ കർഷകർക്ക് ധൈര്യമായി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് ഇവിടെ എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ പരമ്പരാഗത തൊഴിൽ മേഖല, കൈത്തറി, അതുപോലെ ഖാദി മേഖലകളിൽ അവർക്കെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അവർക്ക് കുറേ സഹായങ്ങൾ കൊടുക്കണം. നിലവിലിപ്പോൾ കൈത്തറി സംഘങ്ങൾക്ക് നൂല് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഖാദി കേന്ദ്രങ്ങൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ. അപ്പോൾ അതെല്ലാം സഹായകരമായിട്ടുള്ള പദ്ധതികൾ അവരെല്ലാം ആധുനികവൽക്കരിക്കാൻ, പരമ്പരാഗത വ്യവസായ മേഖലയെ ആധുനികവൽക്കരിക്കാനുള്ള, കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കണമെന്ന് കൂടിയാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളത് കാണുന്നത് ഇപ്പോൾ പല സ്ഥലത്തും ഇവർക്ക് ഒരു വേറെ മുൻ പരിചയങ്ങൾ, എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ പരിശീലനം കൊടുക്കാൻ വേണ്ടി പരിശീലകർ വേണം. ഇപ്പോൾ നമുക്ക് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെടുമ്പോൾ ജില്ലയിൽ വേണ്ടത്ര കായിക പരിശീലകരില്ല. ഇപ്പോൾ കായിക പരിശീലകരെ കണ്ടെത്തി അവർക്ക് പരിശീലകർക്കുള്ള പരിശീലനം നൽകി. അത് നേരത്തെ കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കായിക പരിശീലകരെ വിന്യസിപ്പിക്കണം. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ചേർന്നുകൊണ്ട് നാട്ടിൻപുറത്ത് ഇപ്പോൾ ഒരു പ്രദേശത്ത് കബഡിക്ക് നല്ല താല്പര്യമുള്ള പ്രദേശമുണ്ട്. അപ്പോൾ അവിടെ കബഡിക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം കൊടുക്കുക. പുതിയ ചെറുപ്പക്കാരെ, കുട്ടികളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ചെറുപ്പം മുതൽ തന്നെ വിവിധ ഘട്ടത്തിൽ, അത് എപ്പോഴൊക്കെയാണ്, ഇനി വെക്കേഷൻ സമയത്താണോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലാണോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ക്യാമ്പ് നടത്തിയിട്ടാണോ എന്നൊക്കെയുള്ളത് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. മറ്റൊരു സ്ഥലത്ത് ഫുട്ബോൾ, വേറെ സ്ഥലത്ത് ഹോക്കി ആവാം, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ആവാം, വോളിബോൾ ആവാം. അപ്പോൾ അതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണം. ജില്ലാ പഞ്ചായത്ത് നേരിട്ട് മാത്രമല്ല,
ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നമ്മളെ വായനശാലകൾ, ക്ലബ്ബുകളൊക്കെ ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ടേക്ക് പോകണമെന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്ഥിരമായി ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തുടർച്ചയായിട്ട് പോകാൻ സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊക്കെ കരാട്ടെ പരിശീലനം, യോഗ, കളരി പരിശീലനം കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ മാതൃകയിൽ മറ്റെല്ലാ കായിക ഇനങ്ങളും അത് നമ്മുടെ ജില്ലയിലെ ഒരു കായിക കുതിപ്പിനും കൂടി സഹായകരമാവും. അതായത് ഓപ്പൺ ജിമ്മുകൾ, അതുപോലെ തന്നെ ഈ ഓപ്പൺ ജിമ്മുകളാണ് പ്രധാനമായിട്ടും. വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾ നമ്മൾ കഴിഞ്ഞ തവണ ഒക്കെ ആരംഭിച്ചതാണ്. പഞ്ചായത്തുകളായി ചേർന്നുകൊണ്ട് വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾക്ക് സഹായം കൊടുക്കും. അപ്പോൾ അതെല്ലാം നല്ല വിജയകരമായി പോവാണ്. ഫുള്ളാണ് അവിടെ. ഒരാൾക്ക് പുതിയൊരു അഡ്മിഷൻ കിട്ടാനില്ലാത്ത നിലയിൽ അത്രയും തിരക്കാണ്. സ്ത്രീകൾ അത്രയും നിലയ്ക്ക് ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർ സ്ത്രീകൾ വരെ വനിതാ ഫിറ്റ്നസ് സെൻ്ററുകളിലേക്ക് വരികയാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് നടപ്പിലാക്കുമ്പോൾ ചെറിയ ഫീസിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഗ്രാമീണമായ നിലയിലേക്ക് അത് എത്താൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി സ്ത്രീകൾക്കൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. നമുക്കൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ ഭൂമി വാങ്ങാനും ഏറ്റെടുക്കാനൊക്കെയുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭൂമി വാങ്ങാം ഇനിയിപ്പം. പക്ഷെ ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിലേക്ക് ക്ലബ്ബുകൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ക്ലബ്ബുകളൊക്കെ നേതൃത്വത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഭൂമിയുള്ള സ്ഥലത്ത് നമുക്ക് അവിടെ മറ്റു സൗകര്യങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതെ, ഞാൻ പഠന റിപ്പോർട്ട് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് നടത്തും. അപ്പോൾ അതൊരു ഒറ്റയടിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട പോലെ കാര്യങ്ങളുണ്ട്. അതിനിപ്പോൾ നമ്മളെ കിലയുടെ സഹായം നന്നായിട്ട് ഇതിൻ്റെ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചു, പഠനം നടത്താൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അവരുടെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പുതിയ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്നാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ അവർക്കൊരു സ്വന്തമായി വരുമാനമില്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾക്ക്. അപ്പോൾ വരുമാനമില്ലാതെ വരുമ്പോൾ മറ്റ് ഭർത്താവിനെയും മറ്റു ആളുകളേക്ക് മക്കളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാകും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്നാണ് പല പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഗാർഹിക പീഡനം വരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. വിവാഹം കഴിഞ്ഞോട് കൂടിയിട്ട് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയൊക്കെ അടിമയായി പോവാണ്. അവർ ജോലിക്ക് വിടുന്നില്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പം അത് ഓരോന്നോരോന്ന് പ്രത്യേകമായിട്ട് എടുക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ നിലവിലെ നിയമപ്രകാരം നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ വന്ധീകരണം മാത്രമാണ്, ABC ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന് മാത്രം ഉത്തരവാദിത്തമല്ല, കോർപ്പറേഷനുണ്ട്, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ ചെയ്യണം. ഇപ്പോൾ ജില്ലയിൽ കൂടുതൽ കേന്ദ്രങ്ങൾ അതുണ്ടെങ്കിൽ മാത്രമാണ് ABC പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ABC കൊണ്ടും തെരുവുനായുടെ കടി നിർത്താൻ വേണ്ടി പറ്റില്ല. നിലവിൽ അക്രമമായിട്ടുള്ള നായകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. നിയമപരമായിട്ടുണ്ട്, പിന്നെ മൃഗസ്നേഹികളുണ്ട്, സംഘടന വളരെ ശക്തമാണ്. അവിടെയെല്ലാം ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്താൽ പോലും അതെല്ലാം നിരീക്ഷിക്കാനും അതിൻ്റെ പുറകെ പോകാനും ആളുകളുണ്ടെന്നുകൂടി ഉണ്ട്. ഇപ്പം നമുക്ക് കഴിഞ്ഞ തവണ ഈ വിഷയത്തെ കോടതിയിൽ പോയപ്പോൾ, സുപ്രീം കോടതി വരെ പോയപ്പം നമ്മളെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ അഭിഭാഷകന്മാർ അണിനിരന്നിട്ടുള്ളത്. ശക്തമായി വലിയ വാദമായിരുന്നു അവിടെ നടത്തേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെ? അതാണ് ഇതൊന്നും ഇപ്പോൾ ABC കേന്ദ്രം തുടങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല ജനങ്ങൾ. ഇപ്പോൾ പടിയൂർ ആരംഭിച്ച് പടിയൂർ ഒരു അങ്ങനത്തെ ഒരു പ്രദേശമായതുകൊണ്ട് മാത്രമാണ് നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഷെൽട്ടർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരും നമ്മുടെ വീടിനടുത്ത് ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എങ്ങനെയെങ്കിലും അതിന് ഇല്ലാതാക്കാൻ വേണ്ടി അടുപ്പിക്കലാണ്. നാളെ ഉണ്ടാകുന്ന പ്രശ്നം ചിലപ്പം നായകൾ ഒന്നിച്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നം, സ്മെല്ല്, മറ്റു പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ടാണ്.
അത് ജനങ്ങളെ സംബന്ധിച്ചൊരു ബോധത്തിലേക്ക് വരേണ്ടതുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ഒപ്പം നിർത്തിയിട്ട് തന്നെ പോകാൻ പറ്റില്ല. ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതാണ് പല തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അത് ആവിഷ്കരിക്കണത് അത് ജില്ലാ പഞ്ചായത്തിന്റെ അല്ല, അത് ഷെൽട്ടർ ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയാണ്. അവരാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം SPCA പ്രസിഡന്റായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണെന്നുള്ള ഒരു ഇത് വന്നിട്ട് അന്നേരം ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതെന്താ ഇപ്പൊ എന്താ അവസ്ഥ? അപ്പം അതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അതിപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. നിലവിലൊരു കമ്മിറ്റി ഉണ്ട്, ഗവൺമെൻറ് ഇറക്കിയൊരു ഉത്തരവുണ്ട്. ഇപ്പം ഏതാണ് പ്രധാനം എന്നുള്ളതാണ്, ഏതാണ് മുമ്പിൽ നിൽക്കേണ്ടതെന്നുള്ളൊരു വിഷയമുണ്ട്. പണ്ട് ഇതിനു വേണ്ടി പൊതു ഭൂമിയാണ്, അത് അന്നത്തെ ഒരു SPCAക്ക് പലിശ കൊടുത്താണ്. ആ ഉദ്ദേശത്തിൽ നിന്നല്ലാതെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാവുന്നത്. ആ ഉദ്ദേശം നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും അത് പോട്ടെ. അതെ, കണ്ണൂർ പുടവ നമ്മളൊരു വലിയൊരു ആശയമായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇലക്ട്രോണിക് ജക്കാർഡും ഉൾപ്പെടെ വാങ്ങിക്കൊടുത്ത് നല്ല ഡിസൈനിൽ നമ്മൾ നെയ്ത്ത്. ഇപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരോട് വേഴ്സും കല്യാശ്ശേരി വേഴ്സും 2 സംഘങ്ങളിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അതുപോലെ മറ്റ് സംഘങ്ങളെയും ആധുനികവൽക്കരിച്ച് കഴിഞ്ഞാൽ വലിയ സാധ്യതയാണ്. അപ്പോൾ ആ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇപ്പം ഈ മത്സരത്തിൻ്റെ കാലമാണല്ലോ. ഈ പരമ്പരാഗതിനൊന്നും പിടിച്ചേക്കാൻ വേണ്ടി കഴിയുന്നില്ല. നമ്മളെ ഈ മില്ലുകളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇത് ചെറിയ പൈസയ്ക്ക് കൊടുക്കാൻ കൈത്തറി ഉൽപ്പന്ന ചിലവ് കൂടുതലാണ്. അപ്പം അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സാധനം മാർക്കറ്റിൽ ലഭിക്കുമ്പോൾ ആളുകൾ അതിൻ്റെ പുറകെ പോവുകയാണ്. ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് കുറഞ്ഞ പൈസയ്ക്ക് മെച്ച സാധനം കിട്ടുമ്പോൾ അവർ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും അതിനെ ആധുനികവൽക്കരിച്ച് എന്നുവെച്ചാൽ ചിലവ് കുറച്ച്, അതിൻ്റെ ഉൽപ്പാദന ചിലവ് കുറച്ച് അതിന് വരുമാനം കൂട്ടാനുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ അതൊക്കെ ലാഭത്തിലേക്ക് പോകും. അപ്പോൾ അതിന് സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അഴീക്കോട് കൈത്തറി ഗ്രാമത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിനെ പറ്റി എല്ലാം അത് സർക്കാരിന് മുമ്പിലുള്ള പ്രൊപ്പോസലാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എനിക്കറിയില്ല.